സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കമന്റ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം നെഗറ്റീവ് ആണ്. നെഗറ്റീവ്. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം നെഗറ്റീവ്. ജലത്തിന്റെ സാന്ദ്രത. ജലത്തിന്റെ സാന്ദ്രത ഓപ്ഷൻ ബി ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ജലത്തിന്റെ സാന്ദ്രത. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി ശ്രീഹരിക്കോട്ട. ഓക്സിജന്റെ ഐസോട്ടോപ്പ് ഏത്? ഓക്സിജന്റെ ഐസോട്ടോപ്പ് ഇവിടെ തന്നിരിക്കുന്നത് O16, O17, O18 ഇവ എല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാം. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ ആണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ അളവ്. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ അളവ് 4 ppm ആണ്. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ അളവ് 4 ppm. റോംബിക് സൾഫറിന്റെ നിറം എന്ത്? റോംബിക് സൾഫറിന്റെ നിറം മഞ്ഞയാണ്. റോംബിക് സൾഫറിന്റെ നിറം മഞ്ഞ. IUPACയുടെ ആസ്ഥാനം. IUPACയുടെ ആസ്ഥാനം IUPAC ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPACയുടെ ആസ്ഥാനം സൂറിച്ചാണ്. സൂറിച്ച്. IUPACയുടെ ആസ്ഥാനം സൂറിച്ചാണ്. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച്. അടുത്ത ചോദ്യം, ലെൻസുകൾ, പ്രിസങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ലെൻസുകൾ, പ്രിസങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിന്റ് ഗ്ലാസ്. ഫ്ലിന്റ് ഗ്ലാസ്. ലെൻസുകൾ, പ്രിസങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ആൻജിയോഗ്രാം ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ആൻജിയോഗ്രാം ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് സോഡിയം 24 ആണ്. ആൻജിയോഗ്രാം ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? സോഡിയം 24. ധാന്യത്തിൽ ഇല്ലാത്തതും മാംസ്യത്തിലെ പ്രധാന ഘടകവുമായ മൂലകം. ധാന്യത്തിൽ ഇല്ലാത്തതും മാംസ്യത്തിലെ പ്രധാന ഘടകവുമായ മൂലകം നൈട്രജൻ ആണ്. നൈട്രജൻ. ധാന്യത്തിൽ ഇല്ലാത്തതും മാംസ്യത്തിലെ പ്രധാന ഘടകവുമായ മൂലകമാണ് നൈട്രജൻ. വിന്ധ്യാപർവ്വതത്തിന് തൊട്ടു തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. വിന്ധ്യാപർവ്വതത്തിന് തൊട്ടു തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര സാത്പുര പർവ്വതനിരയാണ്. സാത്പുര പർവ്വതനിരയാണ് വിന്ധ്യാപർവ്വതത്തിന് തൊട്ടു തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് പാത്തോളജി എന്നാണ്. ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാലുണ്ടാകുന്ന രോഗം. ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാലുണ്ടാകുന്ന രോഗം അനീമിയ. ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാലുണ്ടാകുന്ന രോഗമാണ് അനീമിയ. ഖാരിഫ് വിളവെടുപ്പ് കാലം. ഖാരിഫ് വിളവെടുപ്പ് കാലം നവംബർ ആണ്. ഖാരിഫ് വിളവെടുപ്പ് കാലം നവംബർ. ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഗോദാവരിയാണ്. ഗോദാവരി നദിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി എന്നിവ. ഗോദാവരി. താഴെ പറയുന്നവയിൽ ഏത് പ്രതിഭാസത്തിനാണ് പ്രകാശത്തിന്റെ അപവർത്തനവുമായിട്ട് ബന്ധമില്ലാത്തത്?
നദികളുടെ ആഴം യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ കുറഞ്ഞിരിക്കുന്നു. രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. സൂര്യോദയത്തിന് അല്പം മുമ്പും സൂര്യാസ്തമയം കഴിഞ്ഞ് അല്പസമയത്തേക്കും സൂര്യനെ കാണുന്നത് രാവും പകലും ഉണ്ടാക്കുന്നത്. ചോദ്യം എന്താണ്? ഈ തന്നിരിക്കുന്നതിലെ ഏത് പ്രതിഭാസത്തിനാണ് പ്രകാശത്തിന്റെ അപവർത്തനവുമായിട്ട് ബന്ധം ഇല്ലാത്തത്? ബന്ധം ഇല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ എവിടെയാണ്? ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിന് മാറ്റം സംഭവിക്കുന്നില്ല? തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? വേഗത, ആവൃത്തി, തരംഗദൈർഘ്യം, തീവ്രത. ചോദ്യം: പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കാത്തത്? ആവൃത്തിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആവൃത്തി. ഒരു ത്രികോണ ഗ്ലാസ് പ്രിസത്തിലൂടെ ധവള പ്രകാശം കടത്തിവിടുമ്പോൾ 7 വർണ്ണങ്ങളായിട്ട് വിഘടിക്കുന്നതിനുള്ള കാരണം? ഒരു ത്രികോണ ഗ്ലാസ് പ്രിസത്തിലൂടെ ധവള പ്രകാശം കടത്തിവിടുമ്പോൾ 7 വർണ്ണങ്ങളായിട്ട് വിഘടിക്കുന്നതിനുള്ള കാരണം ഘടകവർണ്ണങ്ങളുടെ തരംഗദൈർഘ്യം വ്യത്യസ്തമാണ്. ഘടകവർണ്ണങ്ങളുടെ തരംഗദൈർഘ്യം വ്യത്യസ്തമായതിനാലാണ് ഒരു പ്രിസത്തിലൂടെ ധവള പ്രകാശം കടത്തിവിടുമ്പോൾ അത് 7 വർണ്ണങ്ങളായിട്ട് വിഘടിക്കുന്നത്. ഘടകവർണ്ണങ്ങളുടെ തരംഗദൈർഘ്യം വ്യത്യസ്തമാണ്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മാക്സ് പ്ലാങ്ക്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ന്യൂഡൽഹി ആസ്ഥാനമായി 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം 2015 ജനുവരി 1 മുതൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനായ വൈസ് ചെയർമാനെ നിയമിക്കുന്നത് അധ്യക്ഷനായ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ നിലവിലെ CEO അമിതാഭ് കാന്ത്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3 പ്രസ്താവനകൾ ശരിയാണ്. ഇപ്പൊ ന്യൂഡൽഹി ആസ്ഥാനമായിട്ട് 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ശരിയാണ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് ഏത്? നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 മുതലാണ്. ശരിയാണ്. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനായ വൈസ് ചെയർമാനെ നിയമിക്കുന്നത് അധ്യക്ഷനായ പ്രധാനമന്ത്രിയാണ്. ശരിയാണ്. ഇനി ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം: നീതി ആയോഗിന്റെ നിലവിലെ CEO ആര് എന്ന് കമന്റ് ചെയ്യുക. നീതി ആയോഗിന്റെ നിലവിലെ CEO. അടുത്ത ചോദ്യം: ലോകത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റ് ആണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 1-ാം പഞ്ചവത്സര പദ്ധതി 1950 മുതൽ 1955 എന്ന് പറഞ്ഞിരിക്കുന്നു. 2-ാം പഞ്ചവത്സര പദ്ധതി മഹാലനോബിസ് മാതൃക. 1-ാം പഞ്ചവത്സര പദ്ധതി ഹാരോൾഡ് ഡോമർ മാതൃക. 5-ാം പഞ്ചവത്സര പദ്ധതി ഗരീബി ഹഠാവോ. ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1-ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്ന് പറയുന്നത് 1951 മുതൽ 56 വരെയായിരുന്നു. 1-ാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെ. 2-ാം പഞ്ചവത്സര പദ്ധതി മഹാലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. ശരിയാണ്. 1-ാമത്തെ പഞ്ചവത്സര പദ്ധതി ഹാരോൾഡ് ഡോമർ മാതൃക. 5-ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗരീബി ഹഠാവോ. GSTയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. GSTയെ സംബന്ധിച്ച് GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. GST എന്നത് 122ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ്.
GST ബിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് സാക്ഷ്യം. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. GST പാസാക്കിയ ആദ്യ സംസ്ഥാനം ആസാമാണ്. GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ആസാം. GST എന്നത് 122ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ ആണ്. GST ബിൽ രാജ്യവ്യാപകമായിട്ട് നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് സാക്ഷ്യം. 1932 നിലവിൽ വന്ന പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം? 1932 നിലവിൽ വന്ന പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഗാന്ധിജിയും അംബേദ്കറുമാണ്. പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരെല്ലാമാണ്? ഗാന്ധിജി, അംബേദ്കർ. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? വിഴിഞ്ഞം തുറമുഖ പദ്ധതി സംയുക്ത മേഖലയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി സംയുക്ത മേഖലയാണ്. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1978 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984 കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. സൈലന്റ് വാലി ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നതല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. സൈലന്റ് വാലി ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായി ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1978. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. എന്നിവ ശരിയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്നത് ദിണ്ടിഗലിനെയും കൊല്ലത്തിനെയുമാണ്. ദേശീയപാത 183 ബന്ധിപ്പിക്കുന്നത് ദിണ്ടിഗലിനെയും കൊല്ലത്തെയുമാണ്. വ്യക്തിയെ തിരിച്ചറിയുക എന്നതാണ് അടുത്ത ചോദ്യം. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി, ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരി ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഹാർഡിഞ്ച് പ്രഭു ആണ്. ഹാർഡിഞ്ച് പ്രഭു. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി, ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരി ആരാണ്? ഹാർഡിഞ്ച് പ്രഭു. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ചത് ഭൂട്ടാനാണ്. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. ഇലക്ഷൻ കമ്മീഷൻ 1950 ജനുവരി 25 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം. പറക്കും സിഖ് എന്നറിയപ്പെടുന്നത് ആരാണ്? മിൽഖ സിംഗ് ആണ്. മിൽഖ സിംഗ് അന്തരിച്ച വർഷം ഏത് എന്നതാണ് ചോദ്യം. 2021 2021 മിൽഖ സിംഗ് അന്തരിച്ചത്. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത്? ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കപ്പെടുന്നത് അപൂരിത കൊഴുപ്പാണ്. അപൂരിത കൊഴുപ്പാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപൂരിത കൊഴുപ്പ്. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. വ്യക്തി ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. VP മേനോൻ ആണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ്? VP മേനോൻ. 1952 ഒറീസയിലെ ഗവർണറായിട്ട് ചുമതലയേറ്റു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. സർദാർ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ശരിയാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ശരിയാണ്.
ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനിടയാക്കിയ യുദ്ധങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനിടയാക്കിയ യുദ്ധങ്ങൾ പ്ലാസി യുദ്ധവും അതുപോലെ ബക്സാർ യുദ്ധവുമാണ്. പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവുമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനിടയാക്കിയ യുദ്ധങ്ങൾ. പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം. തുഖ്ഫത്ത് ഉൾ മുവാഹിദിൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. തുഖ്ഫത്ത് ഉൾ മുവാഹിദിൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? രാജാറാം മോഹൻ റോയ് ആണ്. തുഖ്ഫത്ത് ഉൾ മുവാഹിദിൻ, രാജാറാം മോഹൻ റോയ്. പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 8ാം പഞ്ചവത്സര പദ്ധതി. ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനത്തിനെ ഏത് സൂചിപ്പിക്കുന്നു? ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനം, ഫ്ലാഗുകൾ ഏതാണ്? വെക്സിലോളജിയാണ്. ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനമാണ് വെക്സിലോളജി. മെയ് 31 ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? മെയ് 31 പുകയില വിരുദ്ധ ദിനമാണ്. പുകയില വിരുദ്ധ ദിനമാണ് മെയ് 31. കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബ്രം. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച സ്ഥലവും ദിവസവും. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. 1911 ഡിസംബർ 27 കൊൽക്കത്തയിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത്. 1911 ഡിസംബർ 27 കൊൽക്കത്ത. ദൂരദർശന്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്താണ്? ദൂരദർശന്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് സത്യം ശിവം സുന്ദരം. ദൂരദർശന്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്താണ്? സത്യം ശിവം സുന്ദരം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. 2695 മീറ്റർ. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. മാർച്ച് 24. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലിക അവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? മൗലിക അവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ വല്ലഭായ് പട്ടേൽ. ഓപ്ഷൻ ബി, വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏത് മണ്ണിനമാണ് എന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം. കില്ലർ ന്യൂമോണിയ സാർസ് ആണ്. സാർസ് ആണ് കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം, സാർസ്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ഏത്? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു ടൈലിൻ. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? ടൈലിൻ ആണ്. ടൈലിൻ. ചുവടെ പറയുന്ന നദികൾ അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്നു ലെഫ്റ്റ് സൈഡിൽ ബംഗാളിന്റെ ദുഃഖം, ബീഹാറിന്റെ ദുഃഖം, ഒഡീഷയുടെ ദുഃഖം, ആസാമിന്റെ ദുഃഖം. അപ്പൊ ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ നദിയാണ്. ദാമോദർ നദിയാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ഇനി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഇപ്പൊ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദി, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദി, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി, ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദി. ഏത് വൈസ്രോയുടെ കാലത്താണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ്സാക്കിയത്? 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ്സാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്താണ്? കഴ്സൺ പ്രഭുവിന്റെ കാലത്താണ്. കഴ്സൺ പ്രഭുവിന്റെ കാലത്താണ്
ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ്സാക്കിയത്? റാവത്ത് ഭട്ട് ആണവ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? റാവത്ത് ഭട്ട് ആണവ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. റാവത്ത് ഭട്ട് ആണവ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാൻ. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് 230 വോൾട്ടാണ്. 230 വോൾട്ട്. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? 230. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓസ്മോസിസ്. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി ഓസ്മോസിസ്. കൂൺശിലകൾ രൂപപ്പെടുവാൻ കാരണം? കൂൺശിലകൾ രൂപപ്പെടുവാൻ കാരണം കാറ്റാണ്. കൂൺശിലകൾ രൂപപ്പെടുവാൻ കാരണം എന്താണ്? കാറ്റ്. ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഹസാരിബാഗ് ദേശീയോദ്യാനം ഹസാരിബാഗ് ജാർഖണ്ഡിലാണ്. ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നു ജാർഖണ്ഡില്. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ജല ആംബുലൻസ് ആരംഭിച്ചത് ആലപ്പുഴയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ഏതാണ്? ആലപ്പുഴ. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നത്. 8ാം പഞ്ചവത്സര പദ്ധതി. പ്രകാശത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? പ്രകാശത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം ഫോട്ടോൺ. പ്രകാശത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ് ഫോട്ടോൺ. കേരളത്തിൽ എവിടെയാണ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ എവിടെയാണ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം. കേരള ചരിത്രത്തിൽ ഷീമക്കാർ എന്ന് വിളിച്ചിരുന്നത് ആര്? കേരള ചരിത്രത്തിൽ ഷീമക്കാർ എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? ഇംഗ്ലീഷുകാരാണ്. ഇംഗ്ലീഷുകാരാണ് ഷീമക്കാർ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇംഗ്ലീഷുകാർ. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം? കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലിയാണ്. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി. മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചതാര്? മുനിചര്യ പഞ്ചകം. മുനിചര്യ പഞ്ചകം ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ മാഹിയാണ്. മാഹി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? മാഹി. ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി എസ് രാധാകൃഷ്ണൻ. എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ സഹകരണത്തോടെ ഏത് രാജ്യത്ത് നിലവിൽ വന്ന ജലവൈദ്യുത പദ്ധതിയാണ് താല ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? താല ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നിലവിൽ വന്നത് ഭൂട്ടാനിലാണ്. ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ്? ഇന്ത്യയുടെ സഹായത്തോടെയാണ്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ. ലോകഹിതവാദി എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ലോകഹിതവാദി എന്നറിയപ്പെട്ടിരുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. ഗോപാൽ ഹരി ദേശ്മുഖ്. ലോകഹിതവാദി എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ഗോപാൽ ഹരി ദേശ്മുഖ്. 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര പോരാളി? കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ചത് അരവിന്ദ് ഘോഷ്. കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ചത് അരവിന്ദ് ഘോഷ്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം? ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 152. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെ? ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ആലപ്പുഴയിലാണ്.
വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായിട്ട് മാറിയ കിസാൻ മസ്ദൂർ ശക്തി സംഘടൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? കിസാൻ മസ്ദൂർ ശക്തി സംഘടൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് അരുണ റോയ് ആണ്. അരുണ റോയ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മഴയുടെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മഴയുടെ തോത് അളക്കാൻ ഉപയോഗിക്കുന്നത് പ്ലൂവിയോമീറ്റർ ആണ്. മഴയുടെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പ്ലൂവിയോമീറ്റർ. വടക്കു കിഴക്കൻ സംസ്ഥാനമായ മേഘാലയ ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി മാത്രമാണ് അതിർത്തി പങ്കിടുന്നത്? വടക്കു കിഴക്കൻ സംസ്ഥാനമായ മേഘാലയ ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി മാത്രമാണ് അതിർത്തി പങ്കിടുന്നത്? ആസാമായിട്ട് മാത്രമാണ് മേഘാലയ അതിർത്തി പങ്കിടുന്നത്. ആസാം. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏത്? നിശബ്ദ കൊലയാളി. അമിത രക്തസമ്മർദ്ദമാണ് നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത്. അമിത രക്തസമ്മർദ്ദം. ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാഗാന്ധിയെ ക്ഷണിച്ച പ്രാദേശിക നേതാവ് ആരായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാഗാന്ധിയെ ക്ഷണിച്ചത് രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ല. ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാഗാന്ധിയെ ക്ഷണിച്ച പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല. ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത്? സൈബർ നിയമം നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17-നാണ്. 2000 ഒക്ടോബർ 17-നാണ് ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത്. 2000 ഒക്ടോബർ 17. കൃഷി, മൃഗസംരക്ഷണം എന്നിവ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലെ വിഷയങ്ങളാണ്? കൃഷി, മൃഗസംരക്ഷണം എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളാണ്. കൃഷി, മൃഗസംരക്ഷണം എന്നിവ ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം ഏതാണ്? ഉപ്പ് സത്യാഗ്രഹമാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം ഉപ്പ് സത്യാഗ്രഹമാണ്. ഭാരതപ്പുഴയുടെ മക്കൾ ആരുടെ കൃതിയാണ്? കൃതിയുടെ പേര് ഭാരതപ്പുഴയുടെ മക്കൾ. എസ്.കെ. പൊറ്റക്കാട്. എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതിയാണ് ഭാരതപ്പുഴയുടെ മക്കൾ. കേരളത്തിലെ ഏത് ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മീനാക്ഷി കല്യാണം? മീനാക്ഷി കല്യാണം എന്നത് ഏത് ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ്? പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലെ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മീനാക്ഷി കല്യാണം. കേന്ദ്ര സർക്കാരിൻ്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ഏത്? കേന്ദ്ര സർക്കാരിൻ്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവമാണ് ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച. ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ആരവല്ലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഏത്? ആരവല്ലി. ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഒഡീഷ. ചുവടെ പറയുന്ന സംഭവങ്ങളെ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനത്തേതിൽ നിന്ന് ആദ്യത്തേതിലേക്ക് എന്ന രീതിയിൽ ശരിയായിട്ട് ക്രമീകരിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയാണ്. മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? മലബാർ കലാപം നടന്നത് 1921-ലാണ്. 1921-ലാണ് മലബാർ കലാപം നടന്നത്. മലബാർ കലാപം നടന്ന വർഷം 1921. ഇനി വൈക്കം സത്യാഗ്രഹം നടന്നതോ? 1924-ലാണ്. 1924-ലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഏത് വർഷമാണ്? 1888-ലാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം
1936. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. 1931. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവസാനത്തേതിൽ നിന്നും ആദ്യത്തേതിലേക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4, 5, 2, 1, 3. ഖൈബർ ബോലാൻ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലാണ്? ഏതൊക്കെയാണ്? ഖൈബർ ബോലാൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയിൽ ക്രോമൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ക്രോമൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഒഡീഷയാണ്. ക്രോമൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യപ്പള്ളം. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യപ്പള്ളം. അടുത്തത് വ്യക്തിയെ തിരിച്ചറിയുവാനാണ്. ഉപ്പ് സത്യാഗ്രഹ സമരത്തിനിടെ പോലീസ് ലാത്തിചാർജിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട നവോത്ഥാന നായകൻ. രണ്ടാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയ വ്യക്തി ആരാണ്? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഉപ്പ് സത്യാഗ്രഹ സമരത്തിനിടെ പോലീസ് ലാത്തിചാർജിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട നവോത്ഥാന നായകൻ. രണ്ടാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയ വ്യക്തി കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. വ്യക്തിയെ തിരിച്ചറിയുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നേതാവ്. ഓപ്ഷൻ ഡി AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നേതാവ് AK ഗോപാലൻ. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് നിവർത്തന പ്രക്ഷോഭമാണ്. ഓപ്ഷൻ ബി ആണ് നിവർത്തന പ്രക്ഷോഭം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ആണ് കിലോഗ്രാം. അദ്വൈത ദർശനം ആവിഷ്കരിച്ച ശ്രീ ശങ്കരാചാര്യർ സമാധിയായ സ്ഥലം ഏതാണ്? ശ്രീ ശങ്കരാചാര്യർ സമാധിയായ സ്ഥലം കേദാർനാഥാണ്. കേദാർനാഥ്. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി സ്വാതി തിരുനാൾ. ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. അരി, ഗോതമ്പ് എന്നിവ ദരിദ്ര കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭ്യമാക്കുവാനുള്ള പദ്ധതി. അരി, ഗോതമ്പ് എന്നിവ ദരിദ്ര കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭ്യമാക്കുവാനുള്ള പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. അന്ത്യോദയ അന്ന യോജന. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ആകർഷണ ബലം കുറവായിരിക്കും. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ആകർഷണ ബലം കുറവായിരിക്കും. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അവസാനത്തെ ചോദ്യം. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 80 മാർക്കാണ്. ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്